ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു അടിപൊളി ചെന്ന മസാല ചെയ്യാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കുക. ഇതാണെങ്കിൽ നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഏതിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം പുട്ട് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അടിപൊളിയായിട്ടിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഞാൻ ഒരു സവാള കുഞ്ഞു കട്ട് ചെയ്ത് അതും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ചേർക്കുവാണ്. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം നല്ല പച്ചമണം പോണത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ അരച്ച് ചേർക്കാനുണ്ട്. ഞാൻ തക്കാളി പേസ്റ്റായിട്ടാണ് ചേർക്കണം. അപ്പോൾ തക്കാളിയുടെ കൂടെ കുറച്ച് കടല, വേവിച്ചെടുത്ത കടല ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണ്. കണ്ടില്ലേ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർക്കണം. അതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുവാണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുവാണ്. ഇതിൻ്റെയൊക്കെ പച്ചമണം പോണത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതും കൂടെ ചേർത്തൊന്ന് വഴറ്റുക. ഞാൻ ഓൾറെഡി കടല രാത്രി കുതിരാൻ വെച്ച കടലയാണ്. അപ്പോൾ ഒരു 10-12 മണിക്കൂറിന് അടുപ്പിച്ച് നന്നായിട്ട് കുതിർന്ന കടല ഒരു 5 വിസിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സി ജാറ് അത് തന്നെ കഴുകി ഞാൻ ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 5-8 മിനിറ്റ് ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെന്ന മസാല റെഡിയാവും. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കസ്തൂരി മെത്തി, നന്നായിട്ട് കറിയൊക്കെ തിളച്ചതിന് ശേഷം കുറച്ച് കസ്തൂരി മെത്തി ഇതുപോലെ ഒന്ന് കൈവച്ച് കറക്കി ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടിപൊളിയായിട്ട് ചന്ന മസാല റെഡിയായി. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ദോശയുടെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്